India is at the brink of creating history as we all await with bated breath to witness the landing on Moon's South Polar region. अगर मैं सही मायने में कहूँ तो अंतरिक्ष का कोई भी मिशन हो और चाहे किसी भी देश के द्वारा संचालित किया जा रहा हो, कि महीन अंतर होता है जिससे कि एक मिशन सफल या असफल होता है। लेकिन ना हम थके ना हम हारे, हमने पिछली कमियों को सुधारते हुए आज पूरा हाइट लगातार कम होता। लैंडर मॉड्यूल। People are applauding. Let us all wait to hear from the Secretary Department. നമസ്കാരം. ഇന്ന് രാജ്യത്തിൻ്റെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനമാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുമുണ്ട്. 2023 ഓഗസ്റ്റ് 23 അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഭാരതം ഒരു ചരിത്രത്തിലേക്ക് പറന്നിറങ്ങിയത്. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യിച്ചുകൊണ്ട് ലോകത്തിനെ തന്നെ ഭാരതം അമ്പരപ്പിച്ചത് അന്നത്തെ ആ ദിവസമാണ് ഓഗസ്റ്റ് 23. അതിനുശേഷമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കാൻ ഭാരതം തീരുമാനിക്കുന്നത്. ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവും ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യവുമായി ഭാരതം മാറി എന്നത് ഒരു ചെറിയ നേട്ടമല്ല. ആ വിജയത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം രാജ്യം ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ദിനത്തിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഒരു മിനിറ്റ്, ഞാനിടുന്ന വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സഹകരണത്തിനും എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും ഈ പിന്തുണ ഇനിയും തുടരണം. ഇനിയും പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാകണം. വീണ്ടും വീഡിയോയിലേക്ക്. ഇത്രയുമൊക്കെ നേട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയുമായും റഷ്യയുമായും ചൈനയുമായും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരതത്തിൻ്റെ ബഹിരാകാശ നേട്ടങ്ങൾ എന്നത് വളരെ കുറവല്ലേ, ഇത്രയുമൊക്കെ മതിയോ എന്നത് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ അകത്തും കാര്യമുണ്ട്. ദോഷൈകതൃക്കുകൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 60കളിലും 70കളിലുമൊക്കെ അമേരിക്കയും സോവിയറ്റ് യൂണിയനുമൊക്കെ കളിച്ച് ഉപേക്ഷിച്ച കളിയാണ് ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്തിനാണിതൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും വലിയ കാര്യമല്ല എന്ന്. ഇനി നമുക്കതിലേക്ക് വരാം. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അമേരിക്കയും റഷ്യയുമൊക്കെ ബഹിരാകാശ ഗവേഷണത്തിൽ ഭാരതത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്നതിൽ സംശയമൊന്നുമില്ല. ചൈന ഭാരതത്തേക്കാൾ ഒരു 20 വർഷമെങ്കിലും മുൻപിലാണ് എന്നതിലും സംശയമൊന്നുമില്ല. 20 വർഷം മുമ്പ് തന്നെ ചൈന അവരുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ അയച്ചു കഴിഞ്ഞിരുന്നു. അവർ ഇപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം അവർ ബഹിരാകാശത്തേക്ക് ആൾക്കാരെ അയച്ച് വിജയകരമായി തിരിച്ചു കൊണ്ടുവന്നു. പല പ്രാവശ്യം അവർ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് വിജയകരമായി അവിടുന്ന് സാമ്പിളുകൾ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മുൻപിലാണ് ചൈന. അക്കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഭാരതത്തിന് ഈ നേട്ടങ്ങളിലേക്ക് എത്താൻ, ചൈനയും സോവിയറ്റ് യൂണിയനുമൊക്കെ കൈവരിച്ച ഈ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. ആയിരത്തി 1980കളിൽ അമേരിക്കയുടെ അപ്പോളോ പദ്ധതിയുടെ നട്ടെല്ലായ സാറ്റേൺ 5 റോക്കറ്റിൻ്റെ പിതാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന വെർണർ ഫോൺ ബ്രൗൺ ഭാരതത്തിൽ ഒരു വിസിറ്റിന് വന്നു. അദ്ദേഹം ISROയുടെ ഫെസിലിറ്റികൾ സന്ദർശിച്ചു. വളരെ ഇംപ്രസ്ഡ് ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബഹിരാകാശ രംഗത്ത് ആരാണോ കൂടുതൽ പണം മുടക്കുന്നത് അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. അമേരിക്ക വലിയ നേട്ടങ്ങൾ കൊയ്തതിൻ്റെ കാരണം അവിടെ വലിയ തോതിൽ അതിന് പണമിറക്കിയത് കൊണ്ട് മാത്രമാണ്. വളരെ ലളിതമായ ഒരു ലോജിക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുള്ളത്.
അത് 100% സത്യവുമാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഓരോ രാജ്യങ്ങളും ഈ ബഹിരാകാശ മേഖലയിൽ ചിലവഴിക്കുന്ന പണത്തിൻ്റെ ആ കണക്കിലേക്കൊന്ന് പോകാം. അത് കൗതുകകരമാണ്. 2022-23 വർഷത്തിൽ അമേരിക്കയുടെ സ്പേസ് ബജറ്റ് എന്ന് പറയുന്നത് $62 ബില്യൺ ആയിരുന്നു. $62 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5-5.5 ലക്ഷം കോടി രൂപ ഒരു വർഷത്തെ സ്പേസ് ബജറ്റാണിത്. ചൈനയുടേത് $12 ബില്യൺ, ജപ്പാൻ്റേത് $4.9 ബില്യൺ, ഫ്രാൻസിൻ്റേത് $4.2 ബില്യൺ, റഷ്യയുടേത് $3.42 ബില്യൺ, യൂറോപ്യൻ യൂണിയൻ്റേത് $2.6 ബില്യൺ, ജർമ്മനിയുടേത് $2.53 ബില്യൺ. എന്നാൽ ഭാരതത്തിൻ്റെ നമ്മുടെ സ്പേസിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് എത്രയാണെന്നറിയുമോ? $1.93 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16,000 കോടി രൂപ. അമേരിക്കയുടേത് 5 ലക്ഷം കോടി രൂപ, ചൈനയുടേത് 1 ലക്ഷം കോടി രൂപ, ഇന്ത്യയുടേത് 16,000 കോടി രൂപ. എന്ന് വെച്ചാൽ ചൈനയുടെ ബജറ്റിൻ്റെ ഏകദേശം 1/7 ഭാരതത്തിൻ്റെ സ്പേസ് ബജറ്റ് എന്ന് പറയുന്നത്. കാര്യമായ ഒരു ബഹിരാകാശ നേട്ടങ്ങളും കൊയ്തിട്ടില്ലാത്ത ജർമ്മനിയുടെ സ്പേസ് ബജറ്റ് പോലും ഭാരതത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാരതം എന്തുകൊണ്ടാണ് ചൈനയുടെ പിന്നിൽ നിൽക്കുന്നത് എന്ന് ഈ കണക്കുകളിലെല്ലാം ഉണ്ട്. എന്താണ് ഭാരതത്തിന് കൂടുതൽ പണം ചെലവഴിച്ചാൽ ചൈനയ്ക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന് കഴിയുന്നില്ല? വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. ചൈന എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായ ഏകാധിപത്യ രാജ്യമാണ്, ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ്. അവർക്ക് പണം മുടക്കുന്നതിനോ പണം ചെലവഴിക്കുന്നതിനോ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. ആരും അവരോട് കണക്ക് ചോദിക്കില്ല. ജനകോടികൾ പട്ടിണി കിടക്കുമ്പോൾ ഈ സ്പേസ് ടെക്നോളജിക്ക് പണം മുടക്കാൻ നാണമില്ലേ, അങ്ങനെ പാടില്ല എന്ന് വിമർശിക്കാൻ ചൈനയിൽ ഒരു മാധ്യമത്തിനും ധൈര്യമില്ല. ചൈനയിൽ ആരും അത് ചെയ്യുകയുമില്ല. അഥവാ ആരെങ്കിലും ചെയ്താൽ അവൻ പിറ്റേന്ന് സൂര്യോദയം കാണുകയുമില്ല. എന്നാൽ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. 140 കോടി ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റുള്ള ഒരു രാജ്യമാണ്. ആൻസറബിളാണ്. പാർലമെൻറ്റിനോടും ജുഡീഷ്യറിയോടും ജനങ്ങളോടും ഇവിടുത്തെ സർക്കാർ മറുപടി പറയേണ്ടവരാണ്. ആൻസറബിളാണ്. ഇവിടെ പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ സ്പേസിന് വേണ്ടി നമുക്ക് പണം ചെലവഴിക്കാൻ. അതുകൊണ്ട് തന്നെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത്രയേ ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റേതായ കുറവുകളും പോരായ്മകളും ഇവിടെ ഉണ്ട്. എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു ഗ്രഹാന്തര ദൗത്യം മംഗൾയാൻ വിജയിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഭാരതം മാറിയത്. ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ആദ്യം ലാൻഡ് ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറിയത്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ബജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, ഈ പരിമിതികൾക്കകത്തുകൊണ്ട് നിന്നുകൊണ്ട് നേടി എന്നത് തന്നെയാണ് ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവും സമർപ്പണവും എല്ലാം ഇവിടെയുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഈ ബഹിരാകാശ രംഗത്തും ആണവ രംഗത്തും ഒക്കെ നേട്ടങ്ങൾ കൊയ്തതിൻ്റെ പിന്നിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിലുണ്ടായിരുന്ന അതിവിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഈ 2 രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ ഒസറാക്ക്, ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്ന 2 പ്രോജക്റ്റിലൂടെ ജർമ്മനിയിലുണ്ടായിരുന്ന വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഈ അമേരിക്കയും റഷ്യയും അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ ശാസ്ത്രജ്ഞന്മാരായിരുന്നു, ഈ സാങ്കേതിക വിദഗ്ധരായിരുന്നു ജർമ്മനിയെ മികച്ച ഒരു സാങ്കേതിക രാജ്യമാക്കി മാറ്റിയത്. അവരെ ഹിറ്റ്ലറുടെ അനുയായികൾ എന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്നതിന് പകരം അവരെ അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും കൊടുത്ത് പണവും കൊടുത്ത് അവർ ഉപയോഗിച്ചു. അത് മോശമായ കാര്യമാണെന്നൊന്നും അല്ല പറയുന്നത്. ആ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിലും കഠിനാധ്വാനത്തിലുമാണ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ബഹിരാകാശ ടെക്നോളജി വളർന്നതും വികസിച്ചതുമെല്ലാം. അതിൻ്റെ ഒപ്പം ഇവർ പണവും പമ്പ് ചെയ്തു. ഞാൻ പറഞ്ഞ ആ സാറ്റേൺ 5 റോക്കറ്റിൻ്റെ പിതാവ് തന്നെയായ വെർണർ ഫോൺ ബ്രൗൺ അങ്ങനെ അമേരിക്കയിലെത്തിയ ഒരു വ്യക്തിയാണ്.
ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ ജൂതനായി ജനിച്ച് അവിടെ നിന്ന് അവരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അമേരിക്കയിലേക്ക് കുടിയേറിയ ജർമ്മൻകാരനാണ്, ജർമ്മൻ ജൂതനാണ്. ഒരുപാട് ചരിത്രം അങ്ങനെയുണ്ട്. സോവിയറ്റ് യൂണിയൻ്റേതും അങ്ങനെ തന്നെയാണ്. ചൈനയുടെ ബഹിരാകാശ ടെക്നോളജിയിൽ നല്ലൊരു പങ്ക് ആദ്യകാലത്ത് റഷ്യയിൽ നിന്ന് കടം കൊണ്ടത് തന്നെയാണ്. റഷ്യ ഒളിഞ്ഞും തെളിഞ്ഞും ചൈനയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ചൈനയുടെ ബഹിരാകാശ പേടകങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ ഷേപ്പ് പോലും ശരിക്കും റഷ്യയുടെ വോസ്റ്റോക്ക് പേടകങ്ങളുടെ ഡിറ്റോയാണ്. ചൈന മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ടെക്നോളജിയും അറിവും എവിടെ നിന്ന് കിട്ടിയാലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക തന്നെ വേണം. അത് ഏതൊരു രാജ്യവും, അതൊരിക്കലും മോശമല്ല. അറിവ് ആരുടെയും കുത്തകയൊന്നുമല്ല. അവർക്ക് കിട്ടിയ അവസരം അവർ നല്ല ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. അതിൽ നിന്നുകൊണ്ട് അവർ പിടിച്ചു കയറി വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തു, വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി. അത് മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരഡ്വാൻറ്റേജും ഉണ്ടായിരുന്നില്ല. ഇവിടെ തുടക്കം മുതൽ തന്നെ നാം പൂജ്യത്തിൽ നിന്ന് പടുത്തുയർത്തേണ്ടിയിരുന്നു. ശരിയാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ സൗണ്ടിങ് റോക്കറ്റുകൾ നമുക്ക് കിട്ടിയിരുന്നു. ആ ചെറിയ സൗണ്ടിങ് റോക്കറ്റുകൾ, അന്തരീക്ഷ പഠനത്തിന് വേണ്ടി ഒക്കെയുള്ള ചെറിയ റോക്കറ്റുകൾ, 2-3 മീറ്റർ മാത്രം നീളമുള്ള റോക്കറ്റുകൾ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചിരുന്നു. അതൊക്കെ ഈ അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ കിട്ടിയ സംഭവമാണ്. പക്ഷേ ടെക്നോളജി ഇവിടെ നമുക്ക് വികസിപ്പിക്കേണ്ടി വന്നു ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്. 1970-കളിൽ നമുക്കിവിടെ ടെക്നോളജി വികസിപ്പിക്കാൻ പണമില്ല, ഗവേഷണത്തിന് പണമില്ല. വിക്രം സാരാഭായിയുടെ പിൻഗാമിയായിരുന്ന ധിഷണാശാലിയായ ദീർഘദർശിയായ സതീഷ് ധവാൻ ISRO ചെയർമാനായിരിക്കുന്ന കാലത്ത് ഫ്രാൻസുമായി ഒരു കരാറുണ്ടാക്കി. ഫ്രാൻസിന് മാൻ പവർ ഇല്ല, ടെക്നോളജിയുണ്ട്. നമുക്ക് മാൻ പവറുണ്ട്, ടെക്നോളജി ഇല്ല. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ളൊരു കരാറായിരുന്നു അത്. അദ്ദേഹം ഇവിടെ നിന്ന് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും ടെക്നോളജിസ്റ്റുകളെയും ഫ്രാൻസിലേക്ക് അയച്ചു. അവർ അവിടെ വെച്ച് ഫ്രാൻസിൻ്റെ സ്പേസ് ഏജൻസിയുടെ കുറേ ജോലികൾ ചെയ്തു. ആ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്രാൻസിൻ്റെ വൈക്കിംഗ് എഞ്ചിൻ്റെ ടെക്നോളജി ഇവർക്ക് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഏതാണ്ട് 1.5 വർഷത്തോളം ഈ എഞ്ചിനീയർമാർ ഫ്രാൻസിൽ താമസിച്ച് അവർക്ക് വേണ്ടി അവരുടെ ജോലികൾ ചെയ്തുകൊണ്ട് പൂർണ്ണമായും സൗജന്യമായി ആ ടെക്നോളജി പഠിച്ചെടുത്തു. അത് 70-കളിൽ ഇവിടെ കൊണ്ടുവന്നു. പിന്നീട് അതിൻ്റെ മേളിൽ ടെസ്റ്റുകളും പല വികസനങ്ങളുമൊക്കെ നടത്തി. ആ എഞ്ചിനാണ്, ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എഞ്ചിൻ ആണ് PSLV റോക്കറ്റിൻ്റെ 2ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ തന്നെയാണ് ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ മഹാനേട്ടങ്ങൾ കൊയ്തെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചാന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണത്തിന് തൊട്ട് മുമ്പ് ഞാൻ ISRO ചെയർമാനുമായി ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അദ്ദേഹത്തിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. സാർ അടക്കമുള്ള എല്ലാ മഹാശാസ്ത്രജ്ഞന്മാരും നമ്മുടെ നാട്ടിലെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചു വന്നവരാണ്. ആ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു വന്നവരാണ് ഈ നേട്ടങ്ങൾ മുഴുവനും കൊയ്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് IIT പ്രോഡക്റ്റുകളെ നമുക്ക് കിട്ടുന്നില്ല? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ISROയിലെ സയൻറ്റിസ്റ്റുകളിൽ ഇപ്പം സാറടക്കം ഉള്ളവരിൽ മഹാഭൂരിപക്ഷവും രാജ്യത്തെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, സോക്കോൾഡ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്ന് കരുതപ്പെടുന്ന IITയിൽ നിന്നോ IITകൾ NITകൾ അങ്ങനെയുള്ളടത്തു നിന്നുള്ള ടാലൻസിൻ്റെ സേവനം അധികം ISROയ്ക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലീസ് കറക്റ്റ് ഇഫ് ഐ എം റോങ്. എന്താണ് സാറിൻ്റെ ആ ഒരു? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു സർക്കാർ ജോലിയിലാണ്. ISRO എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരു സർക്കാർ ജോലിയിലെ ശമ്പളം മാത്രമാണ്. അതൊരു പ്രൈവറ്റ് കമ്പനിയിൽ, നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ആ പ്രോഗ്രസ് ഒരിക്കലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അതൊരു വലിയ കുഴപ്പമാണ്. കാരണം സയൻറ്റിഫിക് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരുടേതായ ഒരു ഗ്യാരണ്ടികൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേ ബാക്ക്, നിങ്ങളുടെ ജീവിത നിലവാരം, ഇതെല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ. എന്നാൽ ഇവിടെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന്, ഇതിൽ വരുന്നവർക്ക് കൂടുതലും ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡ് കൂടിയോ അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടിയോ വരുന്നവർക്ക് പാഷനോട് കൂടി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ISROയിലെ പോലെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ ആവില്ല.
IIT നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, IIT പല ആളുകളും കോർപ്പറേറ്റ് ബിസിനസ്സിലേക്കാണ് പോകുന്നത്. കുറേ അധികം ആളുകൾ റിസർച്ചിലേക്കും പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഹൈലി റെമ്യൂണറേറ്റീവ് ആണ്. ഇപ്പോൾ നിങ്ങൾ US മറ്റോ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ ISRO ചെയർമാൻ ഉണ്ടാകുന്നതിൻ്റെയൊക്കെയോ എത്രയോ ഇരട്ടി റിട്ടേൺസ് ഉള്ള ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് കോർപ്പറേറ്റ് ഷെയറുകൾ ഉണ്ടാവാം, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം, അവർക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ കഴിയും. ഇതൊന്നും നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സെഗ്മെൻറ്റ് ആളുകൾ, ഗവൺമെൻറ് ജോലിക്ക് വരുന്ന സെഗ്മെൻറ്റ് ആളുകൾ ഒരു സേവന മനോഭാവത്തോടെ വരാതെ ഒരിക്കലും അത് വിജയിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചറിയാം എന്തുകൊണ്ടാണ് ഇത്തരം കോളേജുകളിൽ നിന്ന് ആളുകൾ വരുന്നത്. ഒന്നാമത്തെ അവർ ബുദ്ധിയില്ലാത്തവരോ കഴിവില്ലാത്തവരോ അല്ല. അവർക്ക് IIT പോകാനോ മറ്റോ അവരുടെ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്തവരിൽ വലിയൊരു ഭൂരിഭാഗമുണ്ട്. അതിൽ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. മൂന്നാമത്തെ അവർക്കൊരു ഗോളുണ്ട്. കാരണം അവരുടെ ഫാമിലിക്ക് എത്താൻ കഴിയാത്തതിനപ്പുറത്തേക്ക് എത്തുക. അവരുടെ അച്ഛൻ ചിലപ്പോൾ അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാരൊന്നും അല്ലായിരിക്കും. അപ്പോൾ അവർ കാണുന്ന അവരുടെ ഒരു അപ്ഗ്രഡേഷൻ നടക്കുകയാണ്. ISRO ജോയിൻ ചെയ്യുന്നതോടുകൂടി ഒരു ഇൻസ്പിറേഷനാണ്. അതുപോലെ അവൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് വേണ്ട ഇത്തരം ആളുകളെയാണ്. അതുകൊണ്ട് IIT കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് മോശമാവും? തീർച്ചയായിട്ടും മോശമാവില്ല. പക്ഷേ അവർക്ക് വേണ്ട പേ പാക്കറ്റ് കൊടുക്കാനായിട്ട് ഇന്ന് ഒരു സർക്കാർ സംവിധാനത്തിൽ കഴിവില്ല. അതൊരു നമ്മുടെ രാജ്യത്ത് മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹൈലി ടാലൻറ്റഡ് ആളുകൾക്ക് ജോലി കൊടുക്കുമ്പോൾ ഗവൺമെൻറ് സ്പേസ് സ്കെയിലൊന്നും ആരും വരാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു മേജർ ഒരു പ്രോഗ്രാം ഹെഡ് ചെയ്യുന്ന ഒരു ടോപ്പ് എക്സിക്യൂട്ടീവിനെ കൊണ്ടുവരണമെങ്കിൽ കൊടുക്കേണ്ട ശമ്പളമൊന്നും ഇതൊന്നും അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ടാലൻറ്റുകൾക്ക് അതനുസരിച്ചുള്ള റെമ്യൂണറേഷനും അതനുസരിച്ചുള്ള എൻവയോൺമെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായേ പറ്റൂ. അതില്ലാതെ ഒരിക്കലും ഇന്ത്യ ഒരു ടെക്നോളജി ലീഡിങ് കൺട്രി ആയിട്ടൊന്നും മാറില്ല. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചു വന്ന വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് ISROയിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും. എന്തുകൊണ്ടാണ് IITകളിൽ നിന്ന് നല്ല പ്രതിഭകളെ കിട്ടാത്തത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരമാണിത്. IITയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവൻ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ 4ഉം 5ഉം ജോലി ലഭിക്കും പല കോർപ്പറേറ്റ് കമ്പനികളിലും. തുടക്കം തന്നെ ലക്ഷങ്ങൾ ശമ്പളവും ഉണ്ടാകും. എന്നാൽ ഒരു ജൂനിയർ എഞ്ചിനീയർക്ക് അയാളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ISROയിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 50,000 or 60,000 രൂപയാണ്. എന്നാൽ IITയിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവന് തുടക്കത്തിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ലക്ഷങ്ങളുമാണ്. കാരണം ഇതൊരു സർക്കാർ ജോലിയാണ്. നിങ്ങൾക്കറിയാമോ, ISRO ചെയർമാൻ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് ഒരു IIT വിദ്യാർത്ഥിക്ക് തുടക്കത്തിൽ കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്നത്. അപ്പോൾ അവൻ എങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും? അവരെ എങ്ങനെ നമുക്ക് കിട്ടും? ഇത് പല മാനങ്ങളുള്ള ഒരു വിഷയമാണ്. IITയിൽ നിന്ന് ഒരു കുട്ടിയെ ഒരു എഞ്ചിനീയറാക്കി പുറത്തിറക്കാൻ സർക്കാർ ലക്ഷങ്ങൾ ചിലവഴിക്കും. സർക്കാർ ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ചിലവഴിക്കും. അവർ കൊടുക്കുന്ന ഫീസിനൊക്കെ പുറമെയാണത്. അങ്ങനെ ഇറങ്ങുന്ന ആ കുട്ടികൾ ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു ദുഃഖകരമായ അവസ്ഥ, അത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ISROയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് അർഹമായ ശമ്പളം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും ഈ രാജ്യം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവർ സാധാരണ ജോലി പോലെ അവർ അവിടെ ജോയിൻ ചെയ്യുന്നു. 100 കണക്കിന് ആൾക്കാർ അവിടെ ജോയിൻ ചെയ്യും. അതിൽ നിന്ന് ക്രീമായിട്ടുള്ള കുറച്ച് പ്രതിഭാശാലികൾ അതിൽ നിന്ന് ഉയർന്നു വരും. അവർ എക്സ്ട്രീം കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കും. 24 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാനും തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെയോ അല്ലെങ്കിൽ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഒരു വിഷമവുമില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ള ആ വലിയൊരു ടീം എന്നും ISROയ്ക്കുണ്ടായിരുന്നു. ആ ടീമാണ് ഈ മഹത് നേട്ടങ്ങൾ മുഴുവനും കൊയ്യാൻ കാരണമായത്. ധിഷണാശാലിയായ ദീർഘദർശിയായ വിക്രം സാരാഭായ് ഉണ്ടാക്കി വെച്ച ഒരു കൾച്ചറാണത്. അത് ഇന്നും ISRO ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഹിരാകാശ ദിനത്തിൽ നമുക്ക് എല്ലാം കൊണ്ടും അഭിമാനിക്കാം സുഹൃത്തുക്കളെ. നമ്മുടെ രാജ്യം ഈ മഹാനേട്ടങ്ങൾ മുഴുവൻ കൊയ്തിരിക്കുന്നത് ഇത്രയേറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ്, ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയങ്ങളുടെ തിളക്കം എന്ന് പറയുന്നത് നാം കരുതുന്നതിനേക്കാൾ ഒക്കെ ഒരുപാട് ഉയരത്തിലാണ്. നമസ്കാരം.